എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ശ്രീലങ്ക സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ആമ്പുൾ തീയാലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മീൻകറിയാണ്. പുളി വെച്ച് തയ്യാറാക്കുന്ന ഒരു മീൻകറിയാണ്. ദിവസങ്ങളോളം കേടാകാതെ ഇതിനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മുളക് പൊടിയൊക്കെ ഉപയോഗിച്ചല്ലേ മീൻകറി തയ്യാറാക്കുന്നത്. എന്നാൽ ഒന്ന് മാറ്റി ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. ദശ കട്ടിയുള്ള ഏത് മീനായാലും നമുക്ക് എടുക്കാം. ഞാനിപ്പം 1/2 കിലോ കേരയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഇതിനെ എടുക്കണം. എന്നിട്ട് നമുക്കിതിനകത്തെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. കുടംപുളിയാണ്. ഞാനൊരു 4 അല്ലി കുടംപുളി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തുമാത്രം പുളി വേണം, ചില പുളിക്ക് പുളി കുറവായിരിക്കും, ചിലതിന് കൂടുതലായിരിക്കും. അതിനനുസരിച്ച് മാത്രം പുളി എടുക്കുക. നമുക്ക് എന്തുമാത്രം പുളി വേണം അതിനുള്ള കുടംപുളി എടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ നേരം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വേണം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിനോടൊപ്പം തന്നെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ്. ഇനി നമുക്ക് കുരുമുളക് കൂടെ ചേർക്കാനുണ്ട്. അന്നേരം പച്ചമുളക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ. ഈ കുരുമുളകും ഉലുവയും ഒന്ന് വറുത്ത ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളകും ഉലുവയൊക്കെ വറക്കാൻ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വറക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഒക്കെയാണ്. അതുകൊണ്ടാണ് അതൊന്ന് വറുത്ത് ചേർക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഇനി വറുത്തില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അത് കഴിഞ്ഞ ശേഷം ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 4-5 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. കറിവേപ്പില നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നന്നായിട്ട് അരയ്ക്കണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം അരപ്പ് ഇച്ചിരി കട്ടിയായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഇനി അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വാഴയിലയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒട്ടും ഓയിൽ ഉപയോഗിക്കാതെ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. വാഴയില വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയുമാണ് കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിന് മുകളിലേക്ക് നിരത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ അരപ്പ് ബാക്കിയുള്ളത് ഇതിലെ കവർ ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് എന്നിട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ശകലം ആ മിക്സിയുടെ ജാറ് കഴുകിയ ആ ശകലം വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ 1 മണിക്കൂർ നേരം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ തന്നെ വെച്ചിരിക്കണേ. ഇതിലേക്ക് ഒരു 2-3 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു. അത് ഞാൻ വീഡിയോയ്ക്കകത്ത് കിട്ടിയിട്ടില്ല. അതും കൂടെ ഇതിലേക്ക് ഇട്ട് വേണം 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നേ ഇല്ല. അതുപോലെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഇങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. വെള്ളമൊക്കെ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളം ഉപയോഗിക്കണം നിർബന്ധവും ഇല്ല കേട്ടോ. വെന്ത് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ അതിനകത്തെ മീനിനകത്ത് തന്നെ വെള്ളമായി വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഇതിനെ പറ്റിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് വറ്റിയെടുക്കണം. വെള്ളം വറ്റി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മുളകും കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി നല്ല കറുപ്പ് കളറിലേക്ക് മീൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഴയില നമ്മൾ ഇട്ടേക്കുന്ന വാഴയില ഉണ്ടല്ലോ, അതിന് അടിവശം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വരുന്ന രീതിയിലാക്കണം ഈ മീൻ. അങ്ങനെ ഒരുപാടങ്ങ് കരിയരുത്, ചെറുതായിട്ടൊന്ന് കരിയുന്ന ടൈപ്പ് വരുമല്ലോ, അങ്ങനെയാണ് ആ വെള്ളമെല്ലാം വറ്റി ആ ഒരു രീതിക്ക് വേണം മീൻ എടുക്കാൻ. ഇപ്പം കണ്ടോ മീനെല്ലാം നല്ല തയ്യാറായി വന്നിട്ടുണ്ട്. ആ മീനിനകത്തെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് വേണം ചെയ്തെടുക്കാനേ. ഞാനിപ്പോൾ അതെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇത് ചിലതിനകത്ത് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ഉപയോഗിക്കാറേ ഇല്ല. ആ പുളിയും കറിവേപ്പിലയും ഒക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത്, കുരുമുളകും ഒക്കെ. ഞാൻ പിന്നെ ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് വരുത്താം കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വ്യത്യസ്തതയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണം.
ഞാൻ ആ മീൻ കഷ്ണം ഒന്ന് കാണിച്ചു തരാമേ. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ കേട്ടോ. നമ്മൾ മുളക് പൊടിയൊക്കെ ഉപയോഗിക്കാതെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലത് തന്നെയാണേ. ആ വാഴയിലയുടെ ആ ഭാഗത്തിരുന്ന മീനാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. ഇങ്ങനെ വേണം ഇത് വെള്ളം വറ്റിച്ചെടുക്കാൻ. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഈ ഒരു റെസിപ്പി തീർച്ചയായും തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.